കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കളിസ്ഥലം കൊണ്ട് പൊറുതിമുട്ടിയ ആനിക്കാട് ചിറപ്പടി സ്റ്റേഡിയത്തിന് സമീപമുള്ള ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നു. പ്രദേശത്ത് 50ഓളം കുടുംബങ്ങളാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങുന്നത്. എല്ലായിടങ്ങളിലും കളിസ്ഥലങ്ങൾ വേണമെന്ന് ആവശ്യമുയരുമ്പോൾ കളിസ്ഥലം കൊണ്ട് പൊറുതിമുട്ടി വോട്ട് വരെ ബഹിഷ്കരിക്കുകയാണ് ആനിക്കാട് ചിറപ്പടിയിലെ സ്റ്റേഡിയത്തിന് സമീപമുള്ള ജനങ്ങൾ. സ്റ്റേഡിയത്തിനകത്തുകൂടിയാണ് 50ഓളം പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് പോവാൻ. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പോലുള്ള കളികൾ നടക്കുമ്പോൾ ആളുകൾക്ക് വീട്ടിലേക്ക് പോവാൻ സാധിക്കില്ല. കളികൾ അവസാനിക്കുന്നതുവരെ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയവ നടക്കുമ്പോൾ കളിക്കാർക്കിടയിലൂടെയും പാഞ്ഞുവരുന്ന പന്തുകൾക്കിടയിലൂടെയും വേണം കൊച്ചുകുട്ടികൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ കടന്നു പോവാൻ. വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മാറി മാറി വരുന്ന ജനപ്രതിനിധികളെ അറിയിക്കാറുണ്ടെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. സ്റ്റേഡിയത്തിന്റെ ഇടതുവശം ചേർന്ന് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ടെങ്കിലും ഇവിടെ മുളങ്കാടും പുല്ലും വളർന്ന കാട് പിടിച്ചു കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ജോസഫ് വാടിക്കൻ MLA ആയിരുന്നപ്പോൾ വഴി ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പദ്ധതി പാതി വഴിയിൽ നിലച്ചതായി പ്രദേശവാസി പ്രൊഫസർ ജോയി TA പറഞ്ഞു. ഈ വഴി ടാർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓർഡർ വന്നതാണ്. ഗവൺമെൻറ് ഓർഡർ വന്നു, ഇവിടെ മെറ്റൽ ഇറക്കി. ഇവിടുത്തെ നാട്ടുകാർ ആ വഴിയൊന്ന് നിരപ്പാക്കി ഇടാൻ വേണ്ടി ശ്രമത്തിനിറങ്ങിയപ്പോൾ ഇവിടുത്തെ ഈ സമീപ പ്രദേശങ്ങളിലെ ചില ആളുകൾ അവർക്ക് അവരുടെ താല്പര്യം കൊണ്ട് അവർക്ക് ഈ ഗ്രൗണ്ട് പലതരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നവരായിരുന്നു. അന്ന് ഇവിടെ മയക്കുമരുന്നിൻ്റെയും ചീട്ടുകളിയുടെയും അതുപോലെ മദ്യപാനത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചിലരുടെ സപ്പോർട്ടിൽ ഞങ്ങളെ വന്ന് ഓടിക്കുകയും ചെയ്തു, കൊടുത്തു ചീത്ത പറഞ്ഞ്. അതോടെ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി. പോലീസ് മറ്റവരെയും വിളിപ്പിച്ചു, പക്ഷെ അവർ വന്നില്ല. ഞങ്ങൾ 2 തവണ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടും അവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ കേസ് അതോടെ തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പല പഞ്ചായത്ത് കമ്മിറ്റികളുടെയും മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചു. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വേണ്ടി നോട്ടീസ് അടിച്ച് അന്നേരം ഒരു സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ഞങ്ങൾ ടാർ ചെയ്ത് തരാമെന്ന്. പക്ഷേ അവർ ജയിച്ചു, എന്നിട്ടും ഞങ്ങൾക്കിത് ടാറിട്ട് കിട്ടിയില്ല. സ്റ്റേഡിയത്തിനുള്ളിലൂടെ തന്നെയാണ് കാറുകളും ബൈക്കുകളും ഓട്ടോറിക്ഷകളും എല്ലാം കടന്നു പോകുന്നത്. ഇടയ്ക്കിടെ വിവിധ ടൂർണമെന്റുകൾ നടക്കാറുള്ള സ്റ്റേഡിയത്തിൽ പ്രദേശവാസികൾ കടന്നു പോകുമ്പോൾ മത്സരങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. യാത്രക്കാരിൽ പലർക്കും പന്തുകൊണ്ടുള്ള അടിയേറ്റിട്ടുണ്ടെങ്കിലും ഗുരുതരമായ അപകടങ്ങൾ ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ഇതൊരു തോടായിരുന്നു ഈ വഴിക്ക് ഞങ്ങൾ കൃഷിക്ക് വെള്ളം ഉപയോഗിച്ചതാണ്. ആ തോട് നികത്തിയാണ് ഈ റോഡ് വരുന്നത്. ആ തോട് ഞങ്ങൾക്ക് പ്രസ്താവിച്ച് ആ തോടിലെ ഭാഗം ഞങ്ങൾക്ക് ടാർ ചെയ്താൽ മതി. 6 അടി വീത തോടായിരുന്നു ഇവിടെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ. അത് ഞങ്ങൾ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കൃഷിക്ക് വേണ്ടി. ആ തോട് നികത്തിയാണ് ഇവർ സ്റ്റേഡിയം പണിതിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സ്റ്റേഡിയത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാവാറുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വാഗ്ദാനം നൽകുന്നതല്ലാതെ വിജയിച്ചു വന്നാൽ യാതൊരു നടപടിയും ഉണ്ടാവാറില്ലെന്നും പ്രദേശവാസികൾ. ഞാൻ ഈ റോട്ടിൽ കൂടെ പോയപ്പോൾ പന്ത് എൻ്റെ കാലിനടിച്ചുകൊണ്ടു. ഞാൻ ആ പന്തെടുത്ത് റോഡിലേക്ക് പോയി. ഈ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞ വാക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല. ആ സൈസ് വർത്തമാനമാണ് ഇത്രയും പ്രായമുള്ള എന്നോട് ഇവിടെ കളിക്കാൻ വന്ന കൊച്ചുകുട്ടികൾ 20 മുതൽ 40 വയസ്സ് വരെയുള്ള പിള്ളേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റും? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ഇതിലെ വഴി നടക്കണമല്ലോ. ചെയറിൻ്റെ അഭിഷേകമാണ്. ഞങ്ങൾക്ക് ഇതിലെ പോകാൻ പറ്റില്ല ആർക്കും. ഒരു മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും ഇവിടുത്തെ മനുഷ്യർക്ക് കൊടുക്കണില്ല. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇവിടുത്തെ പിള്ളേരാണെന്നാണ് പറയുന്നത്. ഇവിടെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരല്ല പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലയെന്ന് പറയുന്നത്. പിള്ളേർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മെമ്പർ വന്ന് പറഞ്ഞു ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ശരിയാക്കാന്ന് പറഞ്ഞു. ഇപ്പം മെമ്പറോട് ചോദിക്കുമ്പോൾ മെമ്പർ പറയണത് എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ പിള്ളേർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. സ്റ്റേഡിയം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പ് ബോർഡുകളും പ്രദേശവാസികൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ കായിക മത്സരങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാനും യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഉപയോഗിക്കാതെ കിടക്കുന്ന വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.